പ്രിയമുള്ളവരെ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ട്. ആ കേസുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിധിയുള്ള കേസുമായി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നിയമപരമായി സുഗതൻ സമീപിച്ചു. പ്രിയമുള്ളവരെ, ആ കേസ് നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു 10 ദിവസത്തെ സമയം തരുന്നു, നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകണം. സുഗതന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിക്കൻ ബോക്സ് പിടിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിൽ കുറച്ച് സമയം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും റിട്ട് സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 3 ദിവസത്തെ സമയം കൊടുക്കാതിരിക്കുവാൻ വീട്ടിൽ അതിക്രമിച്ചു കയറി. പ്രിയമുള്ളവരെ, ഒരാളിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇത്തരത്തിലാണോ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? 2-3 പോലീസുകാർ ആദ്യം ആ വീടിന്റെ പരിസരത്ത് കറങ്ങി അകത്ത് കയറി ഒരു ഗുണ്ടയെ പെരുമാറുന്നത് പോലെ, ഒരു സാമൂഹ്യ വിരുദ്ധനെ പെരുമാറുന്നത് പോലെ സുഗതന് നേരെ അക്രമം അഴിച്ചു വിട്ടു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണോ? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ, എന്തിനേറെ പറയുന്നു, 14 വയസ്സുള്ള കുട്ടിയുടെ നേരെ തോക്കെടുത്ത് വെടിവെക്കുകയാണ്. അത് ആ കുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. ഇതാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ? പ്രിയമുള്ളവരെ, ആ തോക്ക് ചൂണ്ടിയ ആ കുട്ടിക്ക് 14 വയസ്സ് മാത്രമുള്ള നമ്മുടെ സുഗതന്റെ മകൻ ഇന്നും ഭയത്തോടെയാണ്. മറ്റു പോലീസുകാരെയല്ല, സാധാരണക്കാരെ കാണുമ്പോൾ ഇന്നിപ്പോ ഭയത്തോടെയാണ് ആ കുട്ടി. അവന്റെ മാനസിക നില തന്നെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുന്നു.